ഹലോ, നമുക്കിന്ന് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഹൽവ ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 150 ഗ്രാം ശർക്കരയും 1 കപ്പ് വെള്ളവും ഉപയോഗിച്ചിട്ട് നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കാം. പിന്നെ ഒരു പാനിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇതിന്റെ കളറ് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ശർക്കരപ്പാനി ഒന്ന് അരിച്ചിട്ട് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ ശർക്കര പാനിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ഗോതമ്പ് പൊടിയും തേങ്ങയും കൂടിയുള്ള മിക്സ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടി കരിഞ്ഞു പോവാതെ നല്ലപോലെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ കൈയെടുക്കാതെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമ്മുടെ ഹൽവ കുറച്ച് കട്ടിയായിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പോലെ ആയിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാത്രം എടുക്കാം. നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഹൽവ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഇനി കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നിലക്കടലയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് നട്ട്സ് ആണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. ചൂടാറിയ ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ഇത് കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്